കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് മുരിങ്ങ ഇലക്കറി കൊണ്ട് അടിപൊളിയായിട്ടൊരു പക്ക അവിടെ ചെയ്യാനായിട്ടാണ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം സമയം ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് പക്ക അവിടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. മഴ അല്പം തോന്നിയപ്പോഴത്തേക്കും വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് പണ്ടം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വീട്ടിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു നമ്മുടെ വിളയിൽ തന്നെ ഉണ്ടല്ലോ കേട്ടോ, മുരിങ്ങ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇലക്കറി എടുത്തിട്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പണ്ടം ഉണ്ടാക്കാം. അപ്പോൾ നല്ല മഴയാണ്, വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇതേ നമുക്കിത് ഇലക്കറി ഒന്നും ഇങ്ങനെ ഉരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉരിയെടുത്തിട്ട് ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ഉരിയെടുക്കാമേ. കണ്ടില്ലേ, എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ മഴ പെയ്തപ്പോൾ ഭയങ്കര തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മഴയാണ് കേട്ടോ. അല്പം കാറ്റിപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല മഴയായിരുന്നു. അതേ കാറ്റതിലുണ്ട്, അത് എടുക്കുമെന്ന് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങ ഇലക്കറി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സവാളയുടെ ഇത് ആവശ്യമുണ്ട് കേട്ടോ. സവാള നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തോലൊക്കെ പൊളിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതേപോലെ ഈ അളവിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് 2 പാത്രം നമ്മളത് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പച്ചരി മാവ് എടുത്തിട്ടുണ്ട്. പച്ചരി മാവ് എന്ന് പറയുമ്പോൾ പുട്ടിൻ്റെ മാവ് വിചാരിക്കില്ലേ, അതായത് ഇടിയപ്പത്തിൻ്റെ മാവെന്ന് കാണിച്ചു തന്നത്. നമുക്കിത് ഇടിയപ്പത്തിൻ്റെ മാവ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ 1/2 പാത്രം. അപ്പോൾ നമുക്കിൽ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി. അതിനുശേഷം നമുക്ക് ആ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം നനച്ചൊന്ന് വിരകിയെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം ഒഴിക്കുമ്പോഴത്തേക്കും കട്ട പിടിച്ച് പോകും. നമുക്കപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വരച്ചുന്ന പക്ക അവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടുന്ന സമയത്ത് എളുപ്പത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് അതൊക്കെ ഒന്ന് വെന്ത് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എളുപ്പമല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് വേകുന്ന സമയത്ത് നമുക്ക് അടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് എടുത്തെടുത്ത് വെച്ച് കൊടുക്കാം. ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ മക്കളൊക്കെ ആയാലും വലിയ ആൾക്കാരൊക്കെ ആയാലും മുരിങ്ങ കഴിക്കാൻ മടിയായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചൂട് ഈ മഴ സമയത്തൊക്കെ നിങ്ങളുടെ കട്ടൻ്റെ കൂടെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇപ്പം മഴയല്ലേ, അപ്പോൾ ചൂടോടെ എന്തെങ്കിലും പണ്ടം കഴിക്കണമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത്. അല്ലേ, നമ്മുടെ പക്ക അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മുറു പക്ക അവിടെയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല മുറന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇലക്കറിയുടെ അങ്ങനെ മുരിങ്ങ ഇലക്കറിയുടെ അത്ര ഇങ്ങനെ സ്മെല്ലൊന്നും വരാറില്ല കേട്ടോ. നല്ല ടേസ്റ്റ്, അടിപൊളിയായിരുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലേ, സൂപ്പർ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യും.